അല്ലേ? അപ്പൊ അതുകൊണ്ട് മടിയില്ലാണ്ട് ഉറക്കെ ഭഗവാന്റെ നാമം ജപിക്കുക. ഗോവിന്ദനാമ സങ്കീർത്തനം. നാമം ജപിച്ച് ഈശ്വര കഥകൾ കേട്ടിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ അത് പ്രസാദം. നാമം ജപിക്കാതെ കഥ കേൾക്കാണ്ട് കഴിക്കുമ്പോൾ അത് സാദം. അത് പ്രസാദമാവണം. ചെന്ത് വേണം? ഭഗവാന് സമർപ്പിച്ചിട്ട് കഴിക്കണം. ഭാഗവതം ചതുർത്ഥ സ്കന്ധമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. 4 കഥകളാണ്. ദക്ഷന്റെ ചരിത്രം, ധ്രുവന്റെ ചരിത്രം, പൃഥുചരിത്രം, പുരഞ്ജനോപാഖ്യാനം. അതിലെ ദക്ഷചരിത്രം കേട്ടു. ധർമ്മം എന്ന് പറഞ്ഞാൽ ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുന്നതാണ് നമ്മുടെ ധർമ്മം. അതാ ചെയ്യേണ്ടത്. പക്ഷേ യാഗം എന്നൊക്കെ പേര് പറഞ്ഞിട്ട് ചെയ്തതെന്താ? ഭഗവാന് സമർപ്പിക്കാതിരുന്നു. അതാണ് ദക്ഷന് പറ്റിയ അപകടം. ആ അപകടം നമുക്ക് പറ്റരുത്. അടുത്ത കഥ, ഉത്താനപാദന്റെ മകൻ ധ്രുവൻ. ആ കഥ വർണ്ണിക്കുകയാണ്. ധ്രുവചരിത്രം പറയുകയാണ്. ഉത്താനപാദൻ എന്ന് പേരായിട്ട് രാജാവ്, സ്വയംഭൂമനുവിന്റെ മകനാണ്. 2ാമത്തെ മകൻ ഉത്താനപാദൻ. 2 കല്യാണം കഴിച്ചു. കഥയൊക്കെ പ്രസിദ്ധമാണ്, നമുക്കറിയാം. 2 ഭാര്യമാര് ആരൊക്കെയാ? സുനീതി, സുരുചി. അദ്ദേഹത്തിന് ഇഷ്ടം ആരോടായിരുന്നു? സുരുചിയോട്. നമ്മളെ പോലെ തന്നെ നമുക്കുണ്ട് ഭാര്യമാര് 2 പേര്, സുനീതി, സുരുചി. അങ്ങോട്ട് ഒഴിവാക്കിയ അർത്ഥം കിട്ടും. നീതി, രുചി. രുചി, നീതി. നീതി നമുക്കാരോടാ താല്പര്യം? നീതിയോടാണോ രുചിയോടാണോ? കഥ കേൾക്കാനാണോ ഇഷ്ടം? ഊണ് കഴിക്കാനാണോ ഇഷ്ടം? കഥ പിന്നെയും കേൾക്കുക, ഊണിപ്പം കഴിക്കാം. ഇത് ലോകത്തിന്റെ സ്വഭാവം. ആരും കുറ്റം പറയല്ല, എല്ലാവർക്കും അതാണ് പ്രശ്നം. ഇതാണ് ദുഃഖത്തിന് കാരണം. രുചി വന്നാൽ നീതി നഷ്ടപ്പെടുകയാണ്. ചിലതിനോടൊക്കെ നമുക്കൊരു രുചി വന്നാൽ, അതിനോടൊരു താല്പര്യം വന്നാൽ നമ്മുടെ എന്ത് പോയി? നീതിബോധം പോയി. എനിക്ക് വേണം എന്നുള്ള വിചാരം, അതിനോടൊരു ഇഷ്ടം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് നീതി ബാധകമല്ല, അയാൾക്ക് നിയമം വിഷയമല്ല. ഇതാണ് എവിടെ പറ്റിയത്? ധാർമ്മികനാവണം, പ്രത്യേകിച്ച് രാജാവ്. പക്ഷെ ഉത്താനപാദൻ 2 ഭാര്യമാരുണ്ട്. 2 ഭാര്യമാരെ ഒരുപോലെ സ്നേഹിക്കണം, 2 പേർക്ക് ഒരുപോലെ വേണ്ടേ? അത് ചെയ്തില്ല. സുരുചിയം കണ്ട് വന്നതോടുകൂടി സുനിയോതിയോടുള്ള ഇഷ്ടം കുറഞ്ഞു. ഉത്താനപാദൻ എന്ന് പറഞ്ഞ പേരിന്റെ അർത്ഥം തന്നെ പാദം മുകളിലേക്കും തല താഴേക്കും വെച്ചവനാണ്. തല എങ്ങോട്ടാ വെക്കേണ്ടത്? മനുഷ്യന്റെ തല മുകളിലല്ലേ? ഉത്തമാംഗം ശിരസാണ്. തല കീഴാക്കിയവനാണ് എന്ന് പറഞ്ഞാൽ ആദർശങ്ങൾ തല കീഴാക്കിയവൻ, മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കാത്തവൻ. അങ്ങനെയായ ബുദ്ധിമുട്ടുണ്ടാവുക. അതുകൊണ്ടാണ് രുചിയോട് താല്പര്യം വന്നതും നീതിയെ ഔട്ട് ഹൗസിലാക്കിയതും. നീതിയിലുണ്ടായ മകനാണ് ധ്രുവൻ, രുചിയിലുണ്ടായ മകനാണ് ഉത്തമൻ. കുട്ടികൾക്ക് ഈ കാര്യമൊന്നും അറിയില്ലല്ലോ. അവർ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് 2 പേരും കൂടി ഓടി വന്നു. കൊട്ടാരത്തിലേക്ക് കയറി. ഉത്തമൻ പിന്നാലെ ധ്രുവനും കയറി. ഓടിച്ചെന്നു. അവിടെ സിംഹാസനത്തിലിരിക്കുന്ന അച്ഛന്റെ നേരെ 2 കൈയും കണ്ട് നീട്ടി ഉത്തമൻ. ഭാര്യ കണ്ട് എടുത്തു. ആര്? ഈ ഉത്താനപാദൻ. ധ്രുവനും പിന്നാലെ ചെന്നു. തന്റെയും അച്ഛനാണല്ലോ, കൈ നീട്ടിയാൽ തന്നെയും എടുക്കുകയായിരിക്കും എന്ന് കരുതി ആ ഉണ്ണി 2 കൈയും നീട്ടി. ധ്രുവനെ എടുത്ത് ലാളിക്കണം എന്ന മോഹാർക്കുണ്ട്. അച്ഛനില്ലാണ്ടിരിക്കുക. ആർക്ക് കണ്ടാൽ എടുത്തൊരു ഉമ്മ വയ്ക്കാൻ തോന്നും ധ്രുവനെ കണ്ടാൽ. അങ്ങനെയാണ് ധ്രുവന്റെ പ്രകൃതം. പക്ഷേ BP ഉള്ള ആളാ, ഭാര്യയെ പേടിക്കണം. അദ്ദേഹം നോക്കി CCTV ഉണ്ടോ. സുരുചി ഇല്ലെങ്കിൽ ഒന്ന് ആ ഉണ്ണിയെ ഒന്ന് ലാളിക്കണം എന്നുണ്ട്. നോക്കിയപ്പോഴേക്ക് ആരെത്തിയിട്ടുണ്ട്? സുരുചി ചട്ടുകൊക്കിയിട്ട് ഓടി വന്നു. അത് അടുക്കളയിൽ എന്തോ ദോശ മറച്ചിടുകയാണ്. ആ സമയത്താണ് TV അവിടെ ഉണ്ടേ. ക്യാമറ സിംഹാസനത്തിലേക്കാ, TV അടുക്കളയിൽ. ആരെങ്കിലും അവിടെ വന്നിരിക്കണുണ്ടോ? ആരെങ്കിലും സ്വത്ത് എഴുതിയിരിക്കണുണ്ടോ? തന്റെ അധികാരം നഷ്ടപ്പെടും. ഈ ചിന്തയാണ് രുചിക്ക്. അപ്പോഴാണ് ആര് വരുന്നത്? ഈ ധ്രുവൻ വന്നു. ഇനി എങ്ങാനും അയാളെ എടുത്ത് മടിയിൽ വെക്കുകയോ? പരിഭ്രമിച്ചു വന്നതാ. അതോടുകൂടി പരിഭ്രമിച്ചു. ഈ അച്ഛൻ ഒന്നും മിണ്ടിയിൽ തല താഴ്ത്തി നിന്നു. പിന്നെ അവിടെ നിന്ന് ചീത്ത വിളിക്കണതൊക്കെ അമ്മയാണ്. നവത്സനപതേർധിഷ്ണ്യം ഭവാൻ ആരോഢുമർഹതി. നീ എന്ത് കരുതി വന്നതാ ധ്രുവ? കണ്ട കുട്ടികൾക്കൊക്കെ കയറിയിരിക്കാൻ വെച്ച മൺകോലാണോ അത്? പാർക്കിലൊക്കെ ഉണ്ടാവില്ലോ, ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും കയറിയിരിക്കാനും കളിക്കാനും ഒക്കെ. ഇത് രാജാവാ. കണ്ട കുട്ടികൾക്കൊക്കെ കയറിയിരിക്കാൻ വെച്ച മൺകോലൊന്നും അല്ലത്. നിനക്ക് ഇവിടെ ഇരിക്കാൻ സാധിക്കില്ല. നിന്നെ കണ്ട് വിട്ടത് ആരാ? മനസ്സിലായി. ആരാ വിട്ടത്? നിന്റെ അമ്മയല്ലേ. ഇപ്പം നീ പറയും അച്ഛന്റെ മടിയിലിരിക്കണം, നാളെ നീ പറയും സിംഹാസനത്തിലിരിക്കണം, മറ്റന്നാൾ നീ പറയും രാജ്യം നിന്റെ പേരിൽ എഴുതിത്തരണം. നടക്കില്ല. അതൊന്നും ആ ഉണ്ണിക്ക് ആഗ്രഹമില്ല. സുനീതി വന്ന കാര്യം തന്നെ അറിയില്ല, ഉണ്ണി പോയ കാര്യം തന്നെ പാവ അമ്മയ്ക്ക് അറിയില്ല. പക്ഷെ ഇവളുടെ ഉള്ളിലുള്ള വിഷാണ് ഈ പുറത്തേക്ക് വരുന്നത്. എന്തൊക്കെയോ അങ്ങോട്ട് ആരോപിച്ചു. ഇതൊക്കെയാണ് പ്രശ്നം, നിന്നെ പറഞ്ഞയച്ചത് സുനീതിയാണെന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ കുറെ ചീത്ത ഈ ഉണ്ണിയെ എങ്ങനെ വിളിച്ചു. നടക്കില്ല നിന്റെ സ്വപ്നം. നിനക്ക് അങ്ങനെ ഇരിക്കണം എന്ന് മോഹം ഉണ്ടെങ്കിൽ കാട്ടിൽ പോയിട്ട് ഭഗവാനെ തപസ് ചെയ്തിട്ട് പ്രത്യക്ഷപ്പെടുത്തിയിട്ട് വരം വാങ്ങുക. ഒന്ന് ഈ ജന്മം കൊണ്ട് അവസാനിപ്പിച്ചു തരണം കേട്ടോ. എന്നിട്ട് എന്റെ ഉണ്ണിയായിട്ട് വന്നാൽ ഇവിടെ ഇരിക്കാം എന്ന് പറഞ്ഞ അർത്ഥം എന്താ വെച്ചിട്ടുണ്ടോ? എന്റെ ഉണ്ണി ഉത്തമനെ ഇവിടെ ഭരിക്കുള്ളൂ, നീ അല്ല. അത് ഇപ്പോഴേ നീ എഴുതി വെച്ചോ. നീ കുറച്ച് വലിയ ആളായിട്ട് കേസിന് വരണ്ട.
എൻ്റെ മകനാണ് ഇവിടെ ഭരിക്കുക എന്നാണ് ഈ പറഞ്ഞതിൻ്റെ സാരം. ഉണ്ണിക്ക് ഒന്നും മനസ്സിലായില്ല. ഒന്നും മനസ്സിലായി, ചീത്ത പറഞ്ഞു. ചെറിയമ്മ തന്നെ ചീത്ത പറയാണ്ടായത്. അപ്പോഴും അച്ഛൻ്റെ നേരെ നോക്കുകയാണ്, രണ്ട് കൈ നീട്ടിയിട്ട്. വാരിയെടുത്താലോ അച്ഛൻ? എന്താ പറയേണ്ടത് ധ്രുവ? ഈ ഉത്താനപാദനം എന്താ പറയേണ്ടത്? സുരുചി മിണ്ടാണ്ടിരിക്കുക. കുറെ ആയി നിന്റെ ആ വർത്തമാനം നിർത്ത്. എൻ്റെ ഉണ്ണിയല്ലേത്? വത്സ മിടുക്ക ധ്രുവ അങ്ങോട്ട് വരും എന്ന് പറഞ്ഞ് വാരിയെടുക്കുക വേണ്ടത്. പക്ഷേ സ്ത്രീജിതനായ ഈ ഉത്താനപാദന് അതിനുള്ള ധൈര്യമില്ല. തല താഴ്ത്തി അങ്ങനെ ഇരുന്നു. പാവം ആ ഉണ്ണി പൊട്ടിക്കരഞ്ഞു. ഇതെന്റെ അച്ഛനല്ല എന്ന് പറഞ്ഞ് അവിടുന്ന് അങ്ങോട്ട് ഓടി പുറത്തേക്ക്. അപ്പോഴേക്ക് ഈ വാർത്ത സുനീതി അറിഞ്ഞു. ഓടി വരണ ആ ഉണ്ണിയെ വാരിയെടുത്തു കൊണ്ടുപോയി തന്റെ ആ സാരി തലപ്പ് കൊണ്ട് കണ്ണീരൊപ്പി ഏങ്ങി ഏങ്ങി കരയുന്നുണ്ട്. അതിനെ ലാളിച്ചും കൊണ്ട് ആശ്വസിപ്പിക്കുകയാണ്. മാമംഗളം താത പരേഷമംസ്ഥ. ഉണ്ണി നീ വിഷമിക്കണ്ട, വിഷമം ഒഴിവാക്കൂ, ദുഃഖിക്കണ്ട. ഈ ലോകത്ത് ഇങ്ങനെയാണ്, ദുഃഖമാണ് ഉണ്ടാവുക അധികവും. ഈശ്വരനെ ആശ്രയിച്ചാലോ ദുഃഖമില്ലാണ്ട കഴിയാം. ഞാനിപ്പം പുറത്തായതുകൊണ്ട് എന്നെ പുറത്താക്കിക്കൊണ്ട് സൗകര്യമായി. ഭഗവാനെ ആശ്രയിക്കാനും ഭജിക്കാനൊക്കെ സമയമുണ്ട്. ഇല്ലെങ്കിൽ ഇപ്പൊ ചായയും കാപ്പി ഉണ്ടാക്കി അവിടെ തന്നെ. അതുകൊണ്ട് എന്തൊക്കെ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ടോ അതൊക്കെ ഭഗവാനിലേക്ക് തിരിക്കാൻ ശ്രമിക്കുക. നമുക്ക് ഭഗവാൻ തന്നതാ നേരെയാവാനെ. ഭഗവാനിലേക്ക് ചേരാനും ഭഗവാനെ ഭജിക്കാനും ആശ്രയിക്കാനുള്ള സൗകര്യം ഭഗവാൻ പലതരത്തിൽ ഉണ്ടാക്കി തരാന്നേ കണക്കാക്കാവൂ. മാമംഗളം താത. ആരെ പറ്റും മോശം വിചാരിക്കേണ്ട. നീ ചെറിയമ്മയെ പറ്റി ഒരിക്കലും മോശം വിചാരിക്കരുതേ. പെറ്റമ്മയായിട്ടുള്ള ഞാൻ പറഞ്ഞിരേണ്ട കാര്യമായിരുന്നു ഭഗവാനെ ഭജിക്കണം എന്നുള്ളത്. അത് ചെറിയമ്മ പറഞ്ഞില്ലേ? ഞാൻ കേട്ടു. എന്നോടെന്താ പറഞ്ഞത്? കാട്ടിൽ പോയിട്ട് ആ ഭഗവാനെ ഭജിക്കണം, നല്ല കാര്യമല്ലേ അത്? അത് മാത്രമേ പറഞ്ഞിട്ടു. അതിന് മുന്നും പിന്നെയൊക്കെ പലതും പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതുപോലും നല്ല ഉദ്ദേശത്തിലല്ല പറഞ്ഞത്. പക്ഷെ അമ്മയുടെ ആ ഒരു രീതി നോക്കൂ, നല്ലത് മാത്രം എടുത്തു. അതുകൊണ്ട് ചെറിയമ്മയോട് ദേഷ്യം തോന്നണ്ട. നമുക്ക് ആരുടെ ദേഷ്യം തോന്നി വെച്ചാൽ ആ ദേഷ്യം ഉള്ളിൽ കിടക്കുകയാണ്, മനസ്സ് കലുഷായി. എനിക്ക് നിങ്ങളോട് ദേഷ്യം ഉണ്ടെങ്കിൽ ആർക്കാ ബുദ്ധിമുട്ട്? നിങ്ങൾക്കാണോ എനിക്കാണോ? ദേഷ്യം പിടിക്കാന്ന് പറഞ്ഞാൽ ഏതുപോലെ അറിയോ? സ്വയം വിഷം കഴിച്ചിട്ട് മറ്റവൻ മരിക്കുന്നു പറഞ്ഞ് നോക്കി നിൽക്കുന്നത് പോലെയാ. എന്താണ്? ആരാ മരിക്കുക? എനിക്ക് നിങ്ങളോട് ദേഷ്യം വരും, ഞാൻ നോക്കുക നിങ്ങളിപ്പം വീഴും, ഞാനാ വീഴുക. എൻ്റെ സമാധാനമാണ് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ആരോടും നമ്മൾ ദേഷ്യപ്പെടരുത്. നമ്മളോട് തന്നെ ചെയ്യുന്ന ക്രൂരതയാണത്. ഒരിക്കലും ചെയ്യാൻ പാടില്ല. മാമംഗളം താത. ഒട്ടും മോശമായിട്ട് വിചാരിക്കേണ്ട. നമ്മുടെ ദുഃഖത്തിന് കാരണം വേറൊരാളല്ല. നമ്മൾ ദുഃഖം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം നമ്മളെ കർമ്മം തന്നെയാണ്. നീ സുഖമാണെങ്കിൽ അതിന് കാരണവും നമ്മളെ കർമ്മം തന്നെയാണ്. അതുകൊണ്ട് മനസ്സെപ്പോഴും ഭഗവാനിൽ വെച്ച് സമാധാനമായിട്ടിരിക്കുക. പുറമുള്ള സാഹചര്യം നോക്കണ്ട. അത് സുഖമോ ദുഃഖം അതൊന്നും നീ അന്വേഷിക്കണ്ട. അതല്ലേ ചെറിയമ്മ പറഞ്ഞത്, കാട്ടിപ്പോയിട്ട് ഭഗവാനെ ആശ്രയിക്കുന്നു. ഇത് കേട്ടപ്പോ ആ ഉണ്ണി ഉറപ്പിച്ചു. ചെറിയമ്മയും പറയുന്നുണ്ട്, ഇപ്പൊ അമ്മയും പറയുന്നുണ്ട് ഭഗവാനെ ആശ്രയിക്കുന്നു. ഉറപ്പിച്ചു. 5 വയസ്സ് പ്രായമേ ഉള്ളൂ. ആ ഉണ്ണി ഇറങ്ങി കാട്ടിലേക്ക്. ഭഗവാനെ കാണാൻ എങ്ങനെയാ അറിയില്ല, എന്ത് മന്ത്രം ജപിക്കണം നിശ്ചയില്ല. പക്ഷെ എന്തുണ്ട്? ഉറപ്പുണ്ട്. നമുക്ക് മന്ത്രം നിശ്ചയുണ്ട് എങ്ങനെയാന്ന് പറയാം, പക്ഷെ ഉറപ്പില്ല. അതാണ് വ്യത്യാസം. ഉറപ്പിച്ചാൽ മതി, അതിനുള്ള വഴി ആരുണ്ടാക്കും? അത് ഭഗവാൻ ഉണ്ടാക്കും. ഒന്നങ്ങോട്ട് ഉറപ്പിച്ചാൽ മതി, ഭഗവാനെ വേണം. ആരെങ്കിലും നോട്ടീസ് കൊണ്ടുതരും, ആരെങ്കിലും സപ്താഹവേദിയിൽ എത്തിക്കും. ഇത് വേണമെന്നില്ലെങ്കിൽ പിന്നെ അടുത്തായിട്ടും കാര്യമില്ല, നോട്ടീസ് കിട്ടിയിട്ടും കാര്യമില്ല. എല്ലാം കഴിഞ്ഞാൽ പറയും, ഇവിടെ അടുത്തുണ്ടായിരുന്നു. അതെയോ? അതിന്റെ നോട്ടീസാ അന്ന് തന്നത്. അതും കൂടി ശ്രദ്ധിച്ചില്ല. അത്രയേ ഉള്ളൂ. ഇച്ഛയാണ് പ്രധാനം. ആധ്യാത്മിക കാര്യങ്ങളൊക്കെ അതാണ്. ഇച്ഛ, താല്പര്യം വേണം എന്നുള്ള വിചാരം ഉണ്ടെങ്കിൽ ഭഗവാൻ അതിനുള്ള വഴിയൊരുക്കും. ധ്രുവൻ അങ്ങോട്ട് ഇറങ്ങിപ്പോയി. അപ്പോഴേക്ക് ആരെത്തി? ഭഗവാൻ നാരദരെ വിട്ടു. നാരദരെ ചെല്ലു, 5 വയസ്സ് പ്രായമുള്ളൂ, അയാൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. നാരദർ ചെന്നു, ഒന്ന് അനുഗ്രഹിച്ചു, മുന്നിലേക്ക് വന്നു. എത്ര കണ്ട് പ്രാപ്തി ഉണ്ടെന്ന് അറിയാൻ ചോദിച്ചു. അല്ല, എങ്ങട്ടാ പുറപ്പാട്? ധ്രുവ, ഭഗവാനെ തപസ് ചെയ്യാൻ പോവുക 5 വയസ്സ് പ്രായത്തിൽ. എന്റെയൊക്കെ പ്രായം എത്രയാന്ന് വെച്ചിട്ടുണ്ടോ? എത്ര കാലായി ഭഗവാനെ തപസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടോ? ഇതുവരെയും കണ്ടിട്ടില്ല. എത്ര ഋഷിമാര് പഞ്ചാഗ്നിയുടെ നടുക്കും തലകുത്തി നിന്നിട്ടൊക്കെ തപസ് ചെയ്തിട്ട് പോലും താടി വളരാന്നല്ലാണ്ട് ഭഗവാനെ കാണലുണ്ടായില്ല. അപ്പോഴാണ് 5 വയസ്സ് പ്രായം. നീ അവിടെ പോയിട്ട് ആ മൊബൈലിൽ ഗെയിം കളിക്കേണ്ട സമയമാണ്. അപ്പോഴാണ് ഈ ചെറുപ്രായത്തിൽ നടക്കണ കാര്യമാണ്. നമ്മളാണെങ്കിൽ അത് കേട്ടാൻ എന്ത് ചെയ്യും? ശരിയാ, എന്നാ പിന്നെ പെൻഷൻ പറ്റിയിട്ടാവാം. അത് ശരി, എത്ര ചെറുപ്പത്തിലേ പുറപ്പെടണ്ട എന്നല്ലേ വിചാരിക്കുക. അതാ നോക്കണത്. അങ്ങനെയാണോ നോക്കി? നല്ലോണം നോക്കിയാലേ നാരദ മഹർഷിയെ ധ്രുവൻ. എൻ്റെ ആദ്യത്തെ ഉദ്ദേശം അച്ഛൻ്റെ മടിയിൽ ഇരിക്കണം തന്നെയായിരുന്നു. പക്ഷെ ഇപ്പൊ എൻ്റെ ഉദ്ദേശം അതൊന്നുമല്ല. ഭഗവാൻ അങ്ങോട്ട് കേട്ടപ്പോൾ ഉള്ളിലൊരു കുളിർമ. അറിയണം, കിട്ടണം, കാണണം, ഈ ചിന്തയുള്ളൂ. ഇപ്പൊ സിംഹാസനത്തിൽ ഇരുന്നാലിരുന്നില്ലെങ്കിലും അച്ഛൻ്റെ മടിയിൽ ഇരിക്കാൻ പറ്റിയാലും ഇല്ലെങ്കിലും ഒക്കെ ഭഗവാന്റെ മടിയിലൊന്നും ഇരിക്കണം. അവിടെ ഇരുന്നാൽ പിന്നെ ഇറങ്ങണ്ടല്ലോ. ബാക്കിയുള്ള ദിക്കിലൊക്കെ ഇരുന്നാലും ഇറങ്ങണേ. അച്ഛൻ്റെ മടിയിൽ ഇരുന്നാൽ കുറച്ച് കഴിഞ്ഞാൽ അച്ഛൻ പറയും, ഒന്ന് മാറിയിരിക്കും കേട്ടോ, കാല് ധരിക്കുന്നുണ്ട്. കുറച്ചു നേരം ഇരിക്കാൻ പറ്റും. ഏത് സിംഹാസനത്തിലും കുറച്ചു നേരം ഇരിക്കാം. ഏത് പദവിയും
എത്ര കാശുണ്ടെങ്കിലും കുറച്ച് കഴിഞ്ഞ് അത് നഷ്ടപ്പെടും. എന്നാൽ ഭഗവാന്റെ അടുത്ത് എത്തിയാൽ നഹിസ പുനരാവർത്തതേ, അയാൾ തിരിച്ചു വരില്ല. വൈകുണ്ഠത്ത് പോയവർ ഇങ്ങോട്ട് വന്നിട്ടില്ല. കടലിന്റെ ആഴളക്കാൻ വേണ്ടി ഉപ്പുപാവ കടലിലേക്ക് ഇറങ്ങിയതാ. ഞാൻ പറഞ്ഞ രണ്ടു എന്നും പറഞ്ഞ അങ്ങോട്ട് പോയതാ. എന്ത് കടലിന്റെ ആഴെ ഉപ്പുപാവ. ആരാ പോയത്? ഉപ്പുപാവ. ഉപ്പിന്റെ സ്കെയിലുമായിട്ട് പോയി. പിന്നെ വരുവോ? കടലായിട്ട് അങ്ങോട്ട് തീരും. ഭഗവാനെ അന്വേഷിക്കുന്നവന് ഭഗവാനായിട്ട് അങ്ങോട്ട് തീരും എന്നല്ലാതെ ഇങ്ങോട്ട് വരില്ല. ആ ഭഗവാനിലേക്ക് എത്താനാണ് ഇപ്പം മോഹം എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നാരദര് പിന്നെ ഒന്നും ചോദിക്കാൻ നിന്നില്ല. കൊണ്ടുപോയി നല്ലൊരു സ്ഥലം കാണിച്ചു കൊടുത്തു. മധുവനം, വൃന്ദാവനത്തിലെ. ഇവിടെ ഇരുന്നോളൂ, ആ നദിയിൽ കുളിച്ചോളൂ, ശുദ്ധമായിട്ടിരിക്കുക, ഭഗവാനെ ചിന്തിക്കാനുള്ള വഴി ഞാൻ പറഞ്ഞു തരാം. ശ്രീവത്സാംഗം ഘനശ്യാമം പുരുഷം വനമാലിനം. നീലമേഘ ശ്യാമളനാണ്, ശംഖചക്ര ഗദാധാരിയാണ്. തുമന്ദഹാസം പൊഴിച്ചും കൊണ്ടുള്ള ഭഗവാന്റെ രൂപം അങ്ങോട്ട് വർണ്ണിച്ചു കൊടുത്തതും ഭഗവാന് ധ്രുവന്റെ ഹൃദയത്തിലിരിക്കാൻ മോഹം. ആക്രമ്യാത്മന്യവസ്ഥിതം. നാരദ ഹൃദയത്തിൽ നിന്ന് ഭഗവാൻ നാരദയുടെ മുഖത്തിലൂടെ പുറമേക്ക് വന്ന് ധ്രുവന്റെ ചെവിയിലൂടെ ഹൃദയത്തിൽ കയറിയിരുന്നു. ആര്? ഭഗവാൻ ആക്രമിച്ച് പ്രവേശിച്ചു. ഭഗവാന് മോഹമുണ്ട് നമ്മുടെ ഹൃദയത്തിൽ കയറിയിരിക്കണം എന്ന്. പക്ഷെ നമ്മള് വാതിലും തുറക്കണ്ടേ? ഭഗവാൻ വരുത്ത് നിൽക്കുക, ഒന്ന് തുറന്നാ കയറായിരുന്നു. എന്ത് ചെയ്യും? ധ്രുവനൊന്ന് ഇച്ഛിച്ചപ്പോഴേക്കും ഭഗവാൻ അങ്ങോട്ട് മോഹം. ആക്രമ്യാത്മന്യവസ്ഥിതം. നാരദർ ചോദിച്ചു, കാണുന്നുണ്ടോ ധ്രുവ? കാണുന്നുണ്ട്. പുഞ്ചിരിച്ചുകൊണ്ട് ഭഗവാൻ അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ മുന്നിൽ. ഞാൻ കാണുന്നുണ്ട് പറഞ്ഞു. ശരി, ഇതിനി മറന്നു പോകാണ്ടിരിക്കുക ഒരു മന്ത്രം പറഞ്ഞു തരട്ടെ? വേണം. ഏതാ മന്ത്രം? ഓം നമോ ഭഗവതേ വാസുദേവായ. 12 അക്ഷരങ്ങളേ ഉള്ളൂ. ഒരു പ്രയാസവും ഇല്ല ജപിക്കാൻ. ആർക്കും ജപിക്കാം, ഒന്നും തെറ്റാനില്ല. കുട്ടികൾക്ക് പോലും ജപിക്കാം. ഭ എന്നുള്ളതിന്റെ ഉച്ചാരണം മാത്രമേ നോക്കണ്ടു. ഭ എന്നായി പോരുത്, അത്രയേ ഉള്ളൂ. ഭ. ഓം നമോ ഭഗവതേ വാസുദേവായ. 12 അക്ഷരങ്ങളേ ഉള്ളൂ. ഇത് ജപിക്കൂട്ടോ. ഭഗവാൻ ഉള്ളിൽ പ്രകാശിക്കും, ആനന്ദം അനുഭവിക്കാം എന്ന് പറഞ്ഞ ഗുരുനാഥൻ അവിടെ നിന്ന് അങ്ങോട്ട് എഴുന്നേറ്റു. പുറമേയുള്ള തടസ്സങ്ങളും ഇല്ലാണ്ടിയാക്കണം. ഉള്ളിൽ തടസ്സം നീക്കി. ഉള്ളിലിനി കലുഷമല്ല മനസ്സ് ധ്രുവന്റെ. ഇനി പുറമുള്ള തടസ്സം എന്താ? അച്ഛന്റെ മനസ്സ് മാറി ഇനിയിപ്പോ ആളായിക്കുവേ, ആ ഉണ്ണിയുടെ തപസ് ഒഴിവാക്കി ഇങ്ങോട്ടെ കൊണ്ടുവരും. അത് പാടില്ല. ഭഗവാനെ കിട്ടണം ഇയാൾക്ക്. പുറമുള്ള തടസ്സം ഇല്ലാണ്ടിയാക്കാനായിട്ട് ആ ഗുരുനാഥൻ ചെന്നു. ഉത്താനപാദനോട് പറഞ്ഞു, എന്താ താൻ വിഷമിക്കണ്ട, ഇനിയിപ്പം മകനെ കുറുക്കം കടിച്ചു എന്നൊന്നും പേടിക്കണ്ട. അവിടെ ഇരിക്കുന്നുണ്ട്, സുഖമായിട്ടിരിക്കുന്നുണ്ട്. ഭഗവാനെ തപസ് ചെയ്യാണ്, ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തും, ഉറപ്പാണ്. ഇനി മുതൽ താൻ അറിയപ്പെടുക ധ്രുവന്റെ അച്ഛൻ എന്നുള്ള പേരിലായിരിക്കും. അതുകൊണ്ട് നീ ആ മകന്റെ തപസ് ഇല്ലാണ്ടാക്കാൻ അവിടേക്ക് ആളെ പറഞ്ഞയക്കരുതേ എന്ന് പറഞ്ഞ് ഉത്താനപാദനെ സമാധാനിപ്പിച്ചു. ആശ്വാസമായി ഉത്താനപാദന്. ധ്രുവന്റെ തപസ്സാണ് പിന്നെ വർണ്ണിച്ചത്. ഓരോരോ മാസം അങ്ങനെ ത്രിരാത്രാന്തേ കപിദ്ധബദരാശന. ഒരു മാസക്കാലം 3 ദിവസം കൂടുമ്പോൾ കായികനികൾ ഭക്ഷിച്ചും കൊണ്ട് കഴിഞ്ഞു. 2ാമത്തെ മാസമായി. ദ്വിതീയം ച തഥാമാസം ഷഷ്ഠേ അർഭഗോദിനെ. 6 ദിവസം കൂടുമ്പോൾ ഒന്നാണ് ഈക്കും കായികനികൾ ഭക്ഷിക്കുന്നു മുമ്പ്. ഇപ്പം തൃണപർണാദിഭിഹി ശീർണൈഹി. ഉണങ്ങിയ പുല്ലൊക്കെ കഴിക്കും. കാരണം സ്വാദിന്റെ പിന്നാലെ പോകാണ്ടേ എന്നർത്ഥം. രുചിയുടെ പിന്നാലെ പോയാൽ എന്തുണ്ടാവില്ല? ഈശ്വരനെ കിട്ടില്ല. അതാ പറയണത്. രുചിക്ക് പ്രാധാന്യം കൊടുത്ത അയാൾക്ക് കാമവാസന വർദ്ധിക്കും, ആഗ്രഹങ്ങൾ വർദ്ധിക്കും, നേടണം എന്നുള്ള വിചാരം ഉണ്ടാവും. പിന്നെ ആരെ വേണമെന്നുണ്ടാവില്ല? ഈശ്വരനെ വേണമെന്നുണ്ടാവില്ല. അതുകൊണ്ട് രുചി കുറയ്ക്കുകയാണ് ആദ്യം വേണ്ടത്. അതിനൊക്കെയാണ് ഏകാശിയൊക്കെ. ഉപ്പുമാവ് കഴിക്കാനല്ല, നമ്മളത് കഴിക്കാനുള്ള ദിവസമായിട്ടാണ് കണക്കാക്കേണ്ടത്. റവ ഉപ്പുമാവ് കഴിക്കാലോ? അല്ലല്ല, രുചിയോടുള്ള താല്പര്യം കുറയ്ക്കുക. തൃതീയം ജാനയൻ മാസം. 3ാമത്തെ മാസമായപ്പോഴേക്കും 9 ദിവസം കൂടുമ്പോൾ ഒന്ന് എണീക്കും. ലേശം അഭക്ഷ, ആഹാരം നിർത്തി, വെള്ളം മാത്രമാക്കി, ലേശം വെള്ളം കുടിക്കും. ചതുർത്ഥമപി വൈമാസം. 4ാമത്തെ മാസമായി. ദ്വാദശേ ഹനി. 12 ദിവസം കൂടുമ്പോഴേ എണീക്കുള്ളൂ എന്ന് പറഞ്ഞ അർത്ഥം ഹൃദയത്തിൽ ഭഗവാൻ അങ്ങനെ ഉറച്ചു വരികയാണ്. അപ്പൊ എണീക്കാൻ തോന്നുന്നില്ല. 12 ദിവസം കൂടുമ്പോൾ ഒന്ന് എണീക്കും. വായുഭക്ഷോജിതശ്വാസ. വെള്ളം കൂടി നിർത്തി, ഇപ്പൊ ശ്വാസം വലിക്കുള്ളൂ. 12 ദിവസം കൂടുമ്പോൾ എണീറ്റ് അവിടെ കണ്ടിരുന്നു. 5ാമത്തെ മാസമായപ്പം പറയണ്ട, അവിടെ ലോകപാലന്മാർക്കൊക്കെ ശ്വാസം മുട്ട് അനുഭവപ്പെട്ടു എന്നാണ്. കാരണം ശ്വാസം വലി നിർത്തി. അതെങ്ങനെയാണ്? ഈ ധ്രുവൻ ശ്വാസം വലിക്കാണ്ടിരുന്നാൽ ദേവന്മാർക്ക് എങ്ങനെ ശ്വാസം മുട്ട് അനുഭവപ്പെടുന്നത്? ചെറിയ പ്രശ്നമുണ്ട് അതില്. ദേവന്മാർ ചെന്നു, ഈ ധ്രുവന്റെ തപസ്സില്ലേണ്ടൊക്കെ കുറെ ശ്രമിച്ചു, സാധിക്കാതെ വന്നപ്പോൾ ഭഗവാന്റെ അടുത്ത് വന്നു. വിഷ്ണു ഭഗവാനോട് പറഞ്ഞു, എത്രയോ മഹർഷിമാരുടെ തപസ്സില്ലേണ്ടി ആക്കിയവരെ ഞങ്ങൾ, പക്ഷെ ആ ഉണ്ണിയുടെ തപസ്സില്ലേണ്ടൊക്കെ ഞങ്ങൾക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞ സമയത്ത് വിഷ്ണു ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പറ്റില്ല. എന്താ കാരണം വെച്ചാൽ ആ ഉണ്ണിയുടെ ഉള്ളത് തപസ് ചെയ്യണത് ഞാനാ. ആരാണ്? ഭഗവാനാണ് ശ്വാസം പിടിച്ചു നിൽക്കണത്. പിന്നെ ഇപ്പം ബാക്കിയുള്ളവർക്ക് ശ്വാസം മുട്ടാണ്ടിരിക്കുവോ?
അപ്പൊ ദേവന്മാർ ചോദിച്ചു, എന്തിനാ അങ്ങ് പോയിട്ട് ആ ഉണ്ണിയുടെ ഉള്ളിൽ തപസ് ചെയ്യണത്? അതെന്തിനാ ചോദിച്ചാൽ, ലോകത്തൊക്കെ ഒരു സമ്പ്രദായം എങ്ങനെയാ വെച്ചാൽ പണിയെടുത്തിട്ട് ഫലം കിട്ടുക, അങ്ങനെയാണ്. എന്താണ്? പണിയെടുക്കുക, കൂലി മേടിക്കുക, അങ്ങനെയാണ്. പണിയെടുക്കാണ്ട കൂലി മേടിച്ചാൽ നമുക്ക് ഇഷ്ടാവില്ല. ലോകത്തിന്റെ സ്വഭാവം അങ്ങനെയാണ്. കുറച്ച് കഷ്ടപ്പെട്ടിട്ട് വേണം നേടാൻ. ധ്രുവൻ തപസ് ചെയ്യണു, കഷ്ടപ്പെടണു. ആരെ കിട്ടാൻ? എന്നെ കിട്ടാൻ. എന്നെ കിട്ടാനാണെങ്കിൽ ആര് കഷ്ടപ്പെടണം? ധ്രുവൻ കഷ്ടപ്പെടണം, ധ്രുവൻ തപസ് ചെയ്യണം. ശരി, അതാണല്ലോ ന്യായം. അങ്ങനെയാണെങ്കിൽ ധ്രുവനെ എനിക്ക് കിട്ടണമെങ്കിൽ ആര് തപസ് ചെയ്യണം? ആര് തപസ് ചെയ്യണം? ഞാൻ തപസ് ചെയ്യണ്ടേ? ഞാൻ ധ്രുവന്റെ ഹൃദയത്തിൽ നിന്ന് തപസ് ചെയ്യണം. ആക്രമ്യ ആത്മന്യ അവസ്ഥിതം. നാരദയുടെ ഹൃദയത്തിൽ നിന്ന് ആര് പോയി? ഭഗവാൻ ധ്രുവന്റെ ഹൃദയത്തിൽ വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ആ ഉണ്ണിയുടെ ഹൃദയത്തിൽ തപസ് ചെയ്യണത്. എനിക്ക് ആ ഉണ്ണിയെ കിട്ടലാണ് പ്രധാനം. അതിനുവേണ്ടി ഞാൻ മെനക്കെടുകയാണ്. ആ ഉണ്ണിക്ക് എന്നെ കിട്ടണമെന്ന് എത്ര കണ്ട ആഗ്രഹമുണ്ടോ അതിൻ്റെ ഒരു 100 ഇരട്ടി ആഗ്രഹം എനിക്ക് ആ ഭക്തനെ കാണണമെന്നുണ്ട്. അതുകൊണ്ട് ഞാൻ തപസ് ചെയ്യുന്നു. അത് മാത്രമല്ല, ചെറിയ കുട്ടിയല്ലേ, വേണമെന്ന് മോഹം ഉണ്ടെങ്കിൽ അയാളെ കൊണ്ട് ഞാൻ തപസ് ചെയ്യിപ്പിക്കും. അത്രയേ ഉള്ളൂ. മോഹം ഉണ്ടെങ്കിൽ ഭഗവാൻ തന്നെ അയാളെ കൊണ്ട് വേണ്ടതൊക്കെ ചെയ്യിപ്പിച്ച് ഫലം കൊടുക്കും. അത്രയ്ക്ക് കാരുണ്യം ആർക്കുണ്ട്? ഭഗവാനുണ്ട്. ചില ടീച്ചർമാർ അങ്ങനെയാണ്. പരീക്ഷയൊന്നും നേരാവണ്ണം എഴുതിയില്ലെങ്കിലും ടീച്ചർ തന്നെ മാർക്കിട്ട്, ടീച്ചർ തന്നെ ശരിയിട്ട്, ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോഴേ ടീച്ചർ തന്നെ എഴുതും കുട്ടിയുടെ കൈപിടിച്ച സ്ലൈറ്റിൽ. എന്നിട്ടോ ടീച്ചർ തന്നെ അത് വാങ്ങി ശരിയിട്ടിട്ട് വെരി ഗുഡ് എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുക്കും. കുട്ടി ഇപ്പം എന്താ ചെയ്തൊന്നും ചെയ്തില്ല. ഇതുപോലെ നമ്മളെ കൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യിച്ച് നമ്മളെ അഭിനന്ദിക്കുക, നമുക്ക് പുണ്യം തരികയാണ് ഭഗവാൻ. നമ്മളുടെ കേമത്തം കൊണ്ടല്ല. നമ്മൾ ഇവിടെ ഇരുന്ന് കേൾക്കണു, ഭഗവാൻ കേൾപ്പിക്കുക. അല്ലെങ്കിൽ നമ്മളായിട്ട് വന്നിരുന്ന് കേൾക്കുമോ? തോന്നുന്നുണ്ടോ അങ്ങനെ? ഭഗവാൻ കൊണ്ട് എത്തിക്കുന്നു, കേൾപ്പിക്കുന്നു, അതിന്റെ ഫലം ഭഗവാൻ തരുന്നു. 5 വയസ്സ് കുട്ടിയല്ലേ, അതിനെന്തറിയാം? അപ്പൊ അതുകൊണ്ട് ഞാൻ തന്നെ അവനെ കൊണ്ട് തപസ് ചെയ്യിച്ച് അതിന്റെ ഫലം കൊടുക്കുകയാണ്. ഏതായാലും ഭഗവാനെ എത്രയും പെട്ടെന്ന് ചെല്ലു, ആ ഉണ്ണിയെ അനുഗ്രഹിക്കൂ എന്ന് പറഞ്ഞു. ഭഗവാൻ അങ്ങോട്ട് പുറപ്പെട്ടു. നാരദരോട് ചോദിച്ചു, എങ്ങനെയാ രൂപം വർണ്ണിച്ചു കൊടുത്തത്? പല രൂപത്തിലാണല്ലോ. ഇന്നലെ പോയത് അങ്ങനെയല്ല. ഇന്നലെ പോയത് എങ്ങനെയാ? വരാഹായിട്ടാ പോയത്. നാരദർ അങ്ങനെയാ പറഞ്ഞെടുത്തത്. എങ്ങനെയാ പറഞ്ഞത് വെച്ചാൽ ആ രൂപത്തില്. ഇപ്പൊ അങ്ങനെയല്ല കേട്ടോ. ആ ഉണ്ണിയല്ലേ, ഉണ്ണിയോട് ഞാൻ പറഞ്ഞെടുത്തത് നീലമേഘ ശ്യാമളൻ ശംഖചക്ര ഗദാധാരി നോക്കിയാണ്. മഞ്ഞപ്പട്ടെടുത്തും കൊണ്ട് ഗോപിക്കുറി. ശരി, ആ വേഷം കെട്ടി ഭഗവാൻ ഭൃത്യദൃക്ഷയാഗതഃ, തന്റെ ഭൃത്യനെ കാണാനുള്ള മോഹം കൊണ്ട് ധ്രുവന്റെ മുന്നിൽ പോയിട്ട് അങ്ങനെ നിന്നു. ധ്രുവൻ കണ്ണു തുറക്കണില്ല. 1.5 മണിക്കൂർ നിന്നു. കണ്ണു തുറക്കണില്ല. അങ്ങനെ തൂണ് പോലെ നിൽക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന ധ്രുവൻ. എന്താ കാരണം? ഉള്ളിൽ കാണുന്നുണ്ട്. പിന്നെ എന്തിനാ കണ്ണു തുറക്കണത്? നമ്മളിങ്ങനെ നോക്കാൻ കാരണം ഉള്ളില് സമാധാനം ഇല്ല. ഇങ്ങനെ നോക്കുക, എവിടെയാ നോക്കുകയാണ്. ഉള്ളിൽ കാണുന്ന ആൾക്ക് അധികം കണ്ണടയ്ക്കാനാണ് മോഹം ഉണ്ടാവുക. കണ്ണടയ്ക്കും, ഉള്ളിൽ കാണാലോ ഈശ്വരനെ. ഇവിടെ ഈ ഉണ്ണി ഉള്ളിൽ കാണുന്നത് കൊണ്ടാണ് പുറമേക്ക് നോക്കാത്തതെന്ന് മനസ്സിലാക്കിയ ഭഗവാൻ താൻ ഈ ധ്രുവൻ ഉള്ളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന രൂപത്തെ അങ്ങോട്ട് മറച്ചു. അതോടുകൂടി ധ്രുവന് വലിയ പ്രയാസമായി. എവിടെ പോയി? താൻ ഇത്രയും കാലമായിട്ട് ധ്യാനിച്ചു കൊണ്ടിരുന്നത് ഭഗവാന്റെ രൂപം അങ്ങോട്ട് മറഞ്ഞല്ലോ എന്നുള്ള ആ ഒരു പരിഭ്രമം. കണ്ണങ്ങോട്ട് തുറന്ന സമയത്ത് താൻ ഇത്രയും കാലമായിട്ട് ധ്യാനിച്ച രൂപം തന്റെ മുന്നിൽ അങ്ങനെ നിൽക്കുകയാണ്. മനസ്സിലല്ല, മുന്നിൽ നിൽക്കുകയാണ്. 1000കണക്കിന് കൈകൾ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങോട്ട് കെട്ടിപ്പിടിക്കായിരുന്നു. അല്ല, ചാടി അങ്ങോട്ട് പോയിട്ട് കവളത്തൊരു ഉമ്മ അങ്ങോട്ട് കൊടുത്താലോ വിഷ്ണു ഭഗവാന്? അതല്ല, കാൽക്കൽ വീണ് നമസ്കരിച്ചാലോ? എന്ത് ചെയ്യണം? ഞാൻ സ്തുതിക്കുകയാണോ വേണ്ടത്? ഭഗവാൻ എന്താ ഇഷ്ടം? 5 വയസ്സ് പ്രായമുള്ളൂ. എന്തു ചെയ്യണം എന്നറിയാതെ അങ്ങനെ പരിഭ്രമിച്ചിരിക്കുന്ന ധ്രുവനെ കണ്ടപ്പോൾ ഭഗവാന് മോഹം, ആ ധ്രുവനൊന്ന് തൊട്ടാലോ? ഇതുവരെയും ഭഗവാൻ ആരും തൊട്ടിട്ടൊന്നുമില്ല. എത്ര കഥകൾ കേട്ടു നമ്മള്. അവിടെയൊക്കെ പ്രത്യക്ഷപ്പെടും, വിട്ടിരിക്കും. അടുത്തേക്കൊന്നും പോകില്ല, ഒന്ന് മാറി നിൽക്കുന്നല്ലാതെ തൊടൊന്നുമില്ല. ഇവിടെ ബ്രഹ്മാദി ദേവന്മാരെ നോക്കുമ്പോൾ ഒരു കുട്ടിയെ കളിപ്പിക്കുക വിഷ്ണു ഭഗവാൻ. പസ്പർശബാലം കൃപയാ കപോലെ, തന്റെ ആ ശംഖം കൊണ്ട് ആ ഉണ്ണിയുടെ കവിളിലും കണ്ട് തൊട്ടു. കവിളൊന്ന് തലോടി. ആ ശംഖ് എന്ന് പറഞ്ഞാൽ എന്താ? ജ്ഞാനമയേന കമ്പുന. ശംഖ് ജ്ഞാനത്തിന്റെ പ്രതീകമാണ്. 5 വയസ്സ് കുട്ടിക്ക് സ്തുതിക്കാനൊന്നും മോഹം ഉണ്ടെങ്കിൽ അതിനുള്ള കഴിവ് അങ്ങോട്ട് കൊടുക്കാം. മോഹം വേണം, അങ്ങനെ വെച്ചാൽ കഴിവ് കൊടുക്കും. മോഹമില്ലാത്തവർക്ക് എന്തിനാ കഴിവ് കൊടുക്കണം? തന്നെ സ്തുതിക്കണമെന്ന് മോഹമുണ്ട്, എന്നാ പിന്നെ അറിവ് കൊടുക്കാം എന്ന് ഭഗവാൻ കണക്കാക്കി ആ ശംഖ് കവിളിൽ അങ്ങോട്ട് തൊട്ടപ്പോഴേക്കും ശംഖിലൂടെ ജ്ഞാനപ്പാല് ആര് കുടിച്ചു? ധ്രുവൻ അങ്ങോട്ട് കുടിച്ചു. ലക്ഷ്മി ദേവി എടുത്തു വെച്ചതാ വാട്ടർ ബോട്ടിലില് പാല്. വിഷ്ണു ഭഗവാൻ ആ ശംഖ് മേശപ്പുറത്ത് വെച്ചപ്പോഴേ അമ്മയ്ക്കല്ലേ വിശപ്പ് മനസ്സിലാവുള്ളൂ. തന്റെ ഉണ്ണി ഇപ്പൊ എത്ര ദിവസമായി, എന്തെങ്കിലും കഴിച്ചിട്ട് എത്ര കാലായി? അച്ഛന് വിശപ്പ് മനസ്സിലാവും, അമ്മയ്ക്കല്ലേ അറിയുള്ളൂ. അമ്മ ജ്ഞാനപ്പാൽ, അതാണ് പാലാഴി, ലേശം കണ്ട് മുക്കി അവിടെ വെച്ചു, ആ മേശപ്പുറത്ത് വെച്ചു. ഭഗവാൻ ആ ശംഖം കൊണ്ടുപോയി ഇവിടുത്തെ തൊട്ട സമയത്ത് ആ ജ്ഞാനപ്പാൽ ആര് കുടിച്ചു? അതാ ധ്രുവൻ കുടിച്ചു. അതുകൊണ്ടാണ് ധ്രുവൻ ഇങ്ങനെയൊക്കെ സ്തുതിക്കാൻ സാധിച്ചത്. അല്ലെങ്കിൽ 5 വയസ്സ് കുട്ടി ഇങ്ങനെ സ്തുതിക്കൂ? ഭഗവാന്റെ കൃപ കൊണ്ട്, കാരുണ്യം കൊണ്ട് അദ്ദേഹം സ്തുതിക്കുകയാണ്. യോ അന്തപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധര സ്വധാംന
അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഏതൊരു ഭഗവാനാണോ എന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച് ഉറങ്ങിക്കിടക്കണ എന്റെ വാക്കിനെ ഉണർത്തിയത്. ഇങ്ങനെ വാക്ക് കിട്ടുന്നത് എങ്ങനെയാ? ഭഗവാന്റെ കാരുണ്യം കൊണ്ട്. ഭഗവാൻ ഉണർത്തുകയാണ്. ഉറങ്ങിക്കിടക്കണ എന്റെ വാക്കിനെ ഉണർത്തി, വാക്കിനെ മാത്രമല്ല, കണ്ണിന് കണ്ണായി, ചെവിക്ക് ചെവിയായി, ബോധമായിരിക്കുന്ന പ്രാണാൻ നമോ, അന്തര്യാമിയായിട്ടിരിക്കുന്ന ഭഗവാനെ അങ്ങക്ക് നമസ്കാരം. 12 ശ്ലോകങ്ങളാ എന്ന് പറഞ്ഞാൽ 12 അക്ഷരങ്ങളുള്ള മന്ത്രമാണ് ഉപദേശിച്ചത്. ദ്വാദശാക്ഷരി മന്ത്രം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓരോ അക്ഷരത്തിനും ഓരോ ശ്ലോകം. ആ ദ്വാദശാക്ഷരി മന്ത്രത്തിന്റെ വ്യാഖ്യാനാണെന്ത്? ഈ ഒരു 12 ശ്ലോകം. പോരാ, 12 സ്കന്ധങ്ങളാ ഭാഗവത്തിന്. ആ 12 സ്കന്ധങ്ങളുടെ ചുരുക്കമാണെന്ത്? ഈ ധ്രുവന്റെ മനോഹരമായിട്ടുള്ള സ്തുതി. ഭഗവാന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. ഭഗവാൻ അനുഗ്രഹിച്ചു. നീ ഇനിയൊന്നും പറയണ്ട, നിന്റെ ആഗ്രഹങ്ങളൊക്കെ എനിക്കറിയാം, ഒക്കെ വേണ്ടതുപോലെ നടക്കും. അവസാനം നീ ചോദിച്ചിട്ടില്ലെങ്കിലും നിനക്ക് മുക്തി ഞാൻ തരും. നമ്മളായിട്ട് ചോദിക്കൊന്നുമില്ല, നമ്മൾ ലൗകിക വിഷയങ്ങളെ ചോദിക്കുള്ളൂ. എന്നാലും ഞാൻ വേണ്ട വഴിക്ക് നിന്നെ എത്തിച്ചോളാം എന്ന് ഭഗവാൻ അനുഗ്രഹിച്ചു. 36,000 കൊല്ലം രാജ്യം ഭരിക്കും, ധ്രുവ പദവി അലങ്കരിക്കും, വൈകുണ്ഠം നിനക്ക് കിട്ടും. ഭഗവാൻ പോയതിനു ശേഷം ധ്രുവന് ആകെ ഒരു വിഷമം, കഷ്ടം. 36,000 കൊല്ലം രാജ്യം ഭരിക്കുന്നതാണ് അനുഗ്രഹിച്ചത് ഭഗവാൻ. എനിക്ക് പറയായിരുന്നു എന്ത്? വേണ്ട ഭഗവാനെ, അത് വേണ്ട, പെട്ടെന്ന് തന്നെ വൈകുണ്ഠം. എന്തിനെത്ര കാലം കാത്തു നിൽക്കുന്നു? പറയായിരുന്നു, തോന്നിയില്ല. കാരണം രാജ്യം എന്ന് കേട്ടപ്പോൾ ഞാനും എന്ത് ചെയ്തു? ഒന്ന് മോഹിച്ചു. രാജ്യം ഭരിക്കാലോ, പദവി, പണം, ഇതാണ് മനുഷ്യന്റെ പ്രശ്നം. ഞാനത് ചോദിച്ചില്ലല്ലോ, ഭഗവാനെ വേണമെന്ന് പറഞ്ഞില്ലല്ലോ. ഇത്രയും വലിയ ഭഗവാനെ കണ്ടിട്ടും താൻ ചോദിച്ചത് വലിയ രാജാവിനെ പോയി കണ്ടിട്ട് പതിര് ചോദിച്ചത് പോലെയായി. ചോദിക്കുകയാണെങ്കിൽ നെല്ല് ചോദിക്കണ്ടേ, പതിര് ചോദിച്ച അവസ്ഥയായില്ലേ എന്റെ. സാരല്ല, എന്നാലും കുറച്ചു കാലം ഭഗവാനെ ഭജിച്ചും കൊണ്ട് രാജ്യം ഭരിക്കാലോ. ഭഗവാനെ കണ്ടതല്ലേ താൻ, നാമം കയ്യിലുണ്ടല്ലോ എന്നൊക്കെ കരുതി അദ്ദേഹം തിരിച്ചു വന്നു. തിരിച്ചു വരുമ്പോഴേക്ക് എന്താ കാഴ്ച? ശത്രുവായിട്ട് കണ്ട ചെറിയമ്മ ഇപ്പം തന്നെ എങ്ങനെയാ കാണുന്നത്? മകനായിട്ട് കാണുകയാണ്, വിളക്കൊക്കെ വെച്ച് കാത്തിരിക്കുകയാണ്. ചെറിയമ്മയെ അങ്ങോട്ട് കണ്ടപ്പോഴേക്കും ദേഷ്യം വന്നു ധ്രുവന്. തൊഴുതങ്ങോട്ട് നമസ്കരിച്ചു. അമ്മേ, അമ്മ ചീത്ത പറഞ്ഞോണ്ടാട്ടോ, ഇല്ലെങ്കിൽ ഞാൻ ഭഗവാനെ കാണില്ലായിരുന്നു. ഞാൻ ആ ടി വിയും കണ്ട് അവിടെ ഇരിക്കുകയായിരുന്നു, മൊബൈൽ നോക്കിയിരിക്കുകയായിരുന്നു. അമ്മ ചീത്ത പറഞ്ഞപ്പോഴാണ് ഭഗവാനെ കുറിച്ച് അറിഞ്ഞതും ഇങ്ങനൊരു സംഗതി ഉണ്ടെന്ന് മനസ്സിലാക്കിയതും എല്ലാം വിട്ട് പോവാൻ തോന്നിയതും തപസ് ചെയ്തതും ഭഗവാനെ കണ്ടതൊക്കെ അമ്മയുടെ ചീത്ത പറച്ചിൽ. അതുകൊണ്ട് അമ്മ ഒട്ടും വിഷമിക്കണ്ട. ഈ ഉണ്ണിയെ ചീത്ത പറഞ്ഞു പോയല്ലോ എന്ന് ആലോചിച്ച് വിഷമിക്കണ്ട. പാവം അമ്മ പൊട്ടിക്കരയാണ്. അന്ന് അങ്ങനെ പറ്റിപ്പോയി, അറിവില്ലായിരുന്നു, അങ്ങനെ പറ്റിപ്പോയതാ എന്നൊക്കെ പറഞ്ഞ് ആ ധ്രുവനെ കൂട്ടിക്കൊണ്ടുപോകണം. സുനീതി അമ്മയെ തൊഴുത് നമസ്കരിച്ചു. ആ അമ്മ വളർത്തിയതിന്റെ ഗുണമാണ്. ഈശ്വര കഥകൾ പറഞ്ഞ് വളർത്തിയത് കൊണ്ട് ആ വഴിക്ക് പോയി. ഇല്ലെങ്കിൽ വല്ല കള്ളുഷാപ്പും പോയിരിക്കുന്നുണ്ടാവും. ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് വരുമ്പോഴേക്കും ഒരു കയറെടുത്ത് തൂങ്ങും, അല്ലെങ്കിൽ നാട് വിട്ടു പോകും. ഇങ്ങനെയൊക്കെയാണ് ഭക്തി ഇല്ലാത്തവരുടെ കഥ. കുറച്ചൊരു സംസ്കാരമുള്ളവരെന്ത് ചെയ്യും? ഭഗവാനിലേക്ക് തിരിയും. അതാണ് വ്യത്യാസം. ഇതിനാണ് ഈ ഭാഗവതമൊക്കെ. ചില ചോദിക്കും എന്തിനാണ്? ഇതിനെന്നെ ജീവിതം എന്ന് പറഞ്ഞാൽ ചില പ്രശ്നങ്ങളൊക്കെ വരും. അതെങ്ങനെ എപ്പോഴും ഒരുപോലെ പോകും അങ്ങനെയൊന്നുമല്ല. ഇടയ്ക്ക് പ്രശ്നങ്ങളൊക്കെ വരും. അതിൽ തളരാണ്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഒരു വിദ്യ കയ്യിൽ വേണം. അതുകൊണ്ട് അമ്മേ, സന്തോഷം എന്ന് പറഞ്ഞ ആ കാഴ്ചപ്പാടുണ്ടാക്കിയ പെറ്റമ്മയ്ക്ക് നമസ്കാരം. അച്ഛനെ നമസ്കരിച്ചു. പിന്നെ കുറച്ചു കാലം ധ്രുവൻ രാജ്യം ഭരിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചെറിയ പ്രശ്നം ഉണ്ടായി. ഉത്തമൻ നായാട്ടിന് പോയപ്പോൾ അവിടെ വെച്ച് യക്ഷന്മാരായിട്ട് യുദ്ധം ഉണ്ടായി. യക്ഷന്മാരെ കൊന്നു, ഉത്തമനെ കൊന്നു. കാര്യങ്ങൾ അറിയാണ്ട് ആര് പുറപ്പെട്ടു? മകനെ കാണാതെയപ്പോൾ അന്വേഷിച്ചു പോയതാണ് സുരുചി ചെറിയമ്മ. കാട്ടുതീയിൽപ്പെട്ട് ആര് മരിച്ചു? ചെറിയമ്മയും മരിച്ചു. ഒക്കെ പ്രാരബ്ധം, വിധി തടുക്കാൻ പറ്റില്ലല്ലോ. തന്റെ സഹോദരൻ മരിക്കാൻ കാരണക്കാര് യക്ഷന്മാരാന്ന് മനസ്സിലാക്കിയിട്ട് ധ്രുവൻ അങ്ങോട്ട് പുറപ്പെട്ടു. യക്ഷന്മാരുടെ നേരെ യുദ്ധത്തിന് പുറപ്പെട്ടു. അനവധി യക്ഷന്മാരെ ധ്രുവൻ കൊന്നു. ആ സമയത്ത് ആരിടപെട്ടു? മുത്തശ്ശൻ ഇടപെട്ടു. സ്വയംഭൂ മനു അടുത്ത് വന്ന് പറഞ്ഞു, അലം വത്സാതിരോഷേണ. ധ്രുവ, അത് ശരിയല്ല കേട്ടോ. നീ ഇങ്ങനെ പുറപ്പെട്ടാലോ ഇത് ശരിയല്ല. നീ ഇങ്ങനെ ചെയ്യുന്ന ഞാൻ വിചാരിച്ചിട്ടുമില്ല. കാരണം 5 വയസ്സിലൊക്കെ നിന്റെ സംസ്കാരം എങ്ങനെയായിരുന്നു? ഭഗവാനെ ഭജിക്കുക, പ്രാർത്ഥിക്കുക, എന്നും നാമജപം. അങ്ങനെയുള്ള നീ ഇങ്ങനെ ഇങ്ങോട്ട് ഇത്രയും പേരെയൊക്കെ കൊല്ലുക പറഞ്ഞ എങ്ങനെ നിനക്ക് സാധിച്ചു? ഭക്തന്മാർക്ക് ചേർന്ന പ്രവൃത്തിയാണോ അത്? നമ്മളൊക്കെ ഭക്തി വെക്കുന്നവര് ഇങ്ങനെയുള്ള കലുഷമായ പ്രവൃത്തിയൊന്നും ചെയ്യരുത്. നമുക്കൊക്കെ ജനിപ്പിക്കാനുള്ള അധികാരമേ ഉള്ളൂ, കൊല്ലാനുള്ള അധികാരമില്ല. ജനിപ്പിക്കാനുള്ള അധികാരവും ഭഗവാന്റെ കാരുണ്യം കൊണ്ട് സംഭവിക്കുന്നതേ ഉള്ളൂ. അതിലും വലിയൊരു സ്വാതന്ത്ര്യമൊന്നും നമുക്കില്ല. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കൂ. ഇങ്ങനെ പുറപ്പെടാൻ പാടില്ല. ഒരാൾ ചെയ്ത ചെറിയൊരു അപരാധത്തിന്റെ പേരിൽ നീ ഇപ്പൊ എത്ര പേരെ ദ്രോഹിച്ചു? അത് ശരിയാണോ? നിന്റെ സഹോദരനെ കൊന്നു, ശരി തന്നെ. അതിന്റെ പേരിൽ നീ ഇപ്പൊ എത്ര യക്ഷന്മാരെ കൊന്നു? ഒരാളല്ല, അനവധി പേരെ കൊന്നില്ല. ഇത് ശരിയല്ല, തെറ്റാണ്. തെറ്റ് ബോധ്യായി.
എന്താ അപ്പം മുത്തശ്ശ പരിഹാരം ചോദിച്ചു. യക്ഷന്മാരുടെ അധിപൻ കുബേരനാണ്. കുബേരനെ കണ്ട് മാപ്പ് പറയാ, ക്ഷമ പറയാ, ശിക്ഷ ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കുക. ചെന്നു, ഒരു മടിയുണ്ടായില്ല. കുബേരനെ തൊഴുതു നമസ്കരിച്ചു. എന്ത് ശിക്ഷ വേണമെങ്കിൽ തന്നോളൂ, ഞാൻ സ്വീകരിച്ചോളാം എന്ന് പറഞ്ഞ് കാൽക്കൽ വീണപ്പോ കുബേരൻ അത്ഭുതം. ഇങ്ങനെയുണ്ട് ഒരു ക്ഷത്രിയൻ. തെറ്റ് പറ്റിയാൽ അത് സമ്മതിക്കണമെങ്കിൽ തന്നെ നല്ല അത്രയ്ക്കും വിശാല മനസ്സ് വേണം, അല്ലാത്തവർ സമ്മതിക്കില്ല. നമ്മളൊക്കെ സമ്മതിക്കുക? സോറി പറയോ? പിന്നെ ഞാൻ എനിക്കത്ര ശമ്പളം നിശ്ചയുണ്ടോ, ഞാൻ ഈ സോറി പറയാ. തെറ്റാണെന്ന് അറിഞ്ഞാൽ പോലും നമ്മൾ ന്യായീകരിക്കും, പലതും പറഞ്ഞതിനെ ന്യായീകരിക്കും. അഹന്തയില്ലാത്തവർക്കേ ക്ഷമ പറയാൻ പറ്റുള്ളൂ. ഈ വിനയം കണ്ട സമയത്ത് കുബേരൻ പറഞ്ഞു, നിന്നെ ഞാൻ ശിക്ഷിക്കുകയെ ഒരിക്കലുമില്ല, നീയും എൻ്റെ മകനെ പോലെ തന്നെയാ. എന്ത് വരാ നിനക്ക് വേണ്ടത് ചോദിച്ചോളൂ, നിന്റെ ഈ പ്രകൃതം സ്വഭാവമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, എന്ത് വരാ വേണ്ടു ചോദിച്ചപ്പം ധ്രുവൻ പറഞ്ഞു, ഒരു വരവും വേണ്ട, ഭഗവാനെ തന്നെ കണ്ട ആളാ ഞാൻ, പ്രത്യക്ഷപ്പെടുത്തി. എന്നിട്ട് ഇപ്പോൾ ഒരു വരം വാങ്ങി കുടുങ്ങിയിരിക്കുക. 36 കൊല്ലത്തേക്ക് മോക്ഷം കിട്ടില്ല. ഇനിയിപ്പോൾ അങ്ങയെ കണ്ട് ഞാൻ ഇനിയൊന്നും ചോദിക്കില്ല, ഇനി ഒരാളോടും ഒരു വരവും ഞാൻ ചോദിക്കില്ല, എനിക്ക് ഭൗതികമായിട്ടുള്ള ഒന്നും ആവശ്യമില്ല. വീണ്ടും വീണ്ടും നിർബന്ധിച്ചു. അങ്ങനെയല്ല, എന്തെങ്കിലും ഒരു വരം നീ ചോദിക്കണം, ചോദിച്ചേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ സമയത്ത് ധ്രുവൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഹരൗസവ്രയചലിതാം സ്മൃതിം യയാ. അല്പസമയം ഈശ്വര വിചാരം മനസ്സിൽ അങ്ങോട്ട് പോയി. പണ്ടൊക്കെ എന്നും ദ്വാദശാക്ഷി മന്ത്രം ജപിക്കായിരുന്നു, മനസ്സിൽ നല്ല സമാധാന ശാന്തിയൊക്കെ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് വെച്ച് പണത്തിനോടും പദവിയോടുള്ള അഭിമാനം കൊണ്ട് നാമം നഷ്ടപ്പെട്ടു. അന്ന് മുതലാണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടായത്. ഞാനിപ്പോൾ ഈ ദ്രോഹമൊക്കെ ചെയ്യാൻ കാരണം ഉള്ളുന്ന് ഈശ്വരൻ പോയി. ഈശ്വരൻ പോയതല്ല, മറന്നു എന്നാണ്. നാമജപകട് നിന്നു, വഴിതെറ്റി, ഇങ്ങനെയൊക്കെ സഞ്ചരിച്ചു, അപകടങ്ങളൊക്കെ വരുത്തി വെച്ചു. ഒറ്റ പ്രാർത്ഥനയുള്ളൂ, ഇനി അത് പോകരുത്. ഈശ്വരൻ എപ്പോഴും ഉള്ളിലുണ്ടാവണം, ഈശ്വര വിചാരം ഉണ്ടാവണം. ഹരൗസവ്രയ അചലിതാം, ചലിക്കാത്ത മനസ്സ് എവിടെ? ഭഗവാന്റെ പാദത്തിൽ. എപ്പോഴും ഈശ്വര വിചാരം ഉണ്ടാവണേ. എൻ്റെ മനസ്സ് പതറിപ്പോവരുതേ. അങ്ങനെ അനുഗ്രഹിക്കുവോ എന്ന് ചോദിച്ച് കാലക്കാലം അങ്ങോട്ട് വീണു. അങ്ങനെ ആവട്ടെ എന്ന് അനുഗ്രഹിച്ചു. പിന്നീട് കുറേ വർഷക്കാലം അദ്ദേഹം രാജ്യം ഭരിച്ചു ഈശ്വര വിചാരത്തോടു കൂടി. അത് കഴിഞ്ഞ് ധ്രുവ പദവി അലങ്കരിച്ചു. കുറച്ചങ്ങോട്ട് കഴിഞ്ഞ് എല്ലാം വിട്ടു, ഗംഗാതീരത്ത് പോയി ഇരിക്കുകയാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ ജപിച്ചും കൊണ്ട് അങ്ങനെ ധ്രുവൻ ഇരിക്കുന്നു. വിമാനം വന്നു, വൈകുണ്ഠത്തിലേക്കുള്ള വിമാനം. ധ്രുവനെ കൊണ്ടുപോകാൻ വന്നു. ധ്രുവൻ അങ്ങനെ ആ വിമാനത്തിലേക്ക് കയറാൻ പുറപ്പെട്ട സമയത്ത് അടുത്തൊരാൾ വന്നിട്ട് ചെക്ക് ചെയ്തു, എന്തെങ്കിലും അനധികൃതമായിട്ട് കൊണ്ടുപോകുന്നുണ്ടോ നോക്കണ്ടേ. നമ്മൾ വിമാനത്തിലേക്ക് പോകുമ്പോൾ നോക്കുമല്ലോ, നമ്മളിങ്ങനെ നിൽക്കണം, പിന്നെ തിരിഞ്ഞ് നിൽക്കണം, കുറെ പണിയാണ്. അത് കഴിഞ്ഞ് നോക്കി എന്തെങ്കിലും കൊണ്ടുപോകുന്നുണ്ടോ നോക്കിയിട്ടാണ് കടത്തി വിടുക. ഇതുപോലെ വൈകുണ്ഠത്തിലേക്ക് പോകുമ്പോഴും എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോയിട്ടോ പാപമുണ്ടോ നോക്കണ്ടേ. അതും കൊണ്ട് അവിടെ പോയാൽ ബുദ്ധിമുട്ടാ. അതിനായിട്ട് ഒരാൾ ചെക്ക് ചെയ്യാൻ വന്നു. അദ്ദേഹം ഇങ്ങനെ നോക്കിയ സമയത്താണ് കഴുത്തിലുള്ള തുളസിമാല, ഗോപിക്കുറി, ഈശ്വര, നാവല് ഓം നമോ ഭഗവതേ വാസുദേവായ. അസല് വൈഷ്ണവൻ. ഇദ്ദേഹം വൈകുണ്ഠത്തിലെത്തി എന്തു പറയും? ഭഗവാനെ, ഗുരുവായൂരപ്പ, ഞാൻ അങ്ങോട്ട് വരുമ്പോൾ ഒരാൾ വന്ന് എന്നെ ചെക്ക് ചെയ്തു, ആ പെട്ടിക്കെടുത്ത് മാറ്റി എന്നെ അങ്ങനെ നിർത്തി, 10 മിനിറ്റ് വൈകാൻ കാരണതാ എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു വെച്ചാൽ ഭഗവാൻ ചോദിക്കുക, ആരാത്? തൻ്റെ പേര് പറയും. തനിക്ക് ശമ്പളം തരുന്നത് ആരാ? ആ ഭഗവാനാണ്. ഭഗവാനെ ഭക്തനെ നിന്ദിച്ചതിന്റെ പേരിൽ തൻ്റെ പോസ്റ്റ് പോകുമോ എന്നുള്ള പേടിയർക്ക് അദ്ദേഹത്തിന്. അദ്ദേഹം കാലക്കൽ അങ്ങോട്ട് വീണു. അപ്പൊ ധ്രുവൻ ചോദിച്ചു, എന്താ അങ്ങയുടെ പേര് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ പേരാണ് മൃത്യു. എന്താണ്? കാലെന്നാ വിളിക്കുക. മൃത്യോഹോ മൂർധ്നി പദം തത്വ ആരുരോഹ അദ്ഭുതം ഗൃഹം. അങ്ങ് ആ വിമാനത്തിലേക്ക് പ്രവേശിക്കുമ്പം എൻ്റെ ഈ ശിരസിൽ ചവിട്ടിയിട്ട് അങ്ങോട്ട് പ്രവേശിച്ചോളൂ, സ്റ്റെപ്പായിട്ടേ. കാല് വല്ലാണ്ട് പൊന്തിക്കണ്ട, അത് വേണ്ട, ഇവിടെ അങ്ങോട്ട് ചവിട്ടി ഒന്ന് എളുപ്പമുണ്ട്. അങ്ങയുടെ പാദം, ഭക്തന്റെ പാദം, ഭഗവാന്റെ ഭക്തനല്ലേ, ഒന്ന് ഈ ശിരസിൽ വെച്ച് എന്നെയും കൂടി ഒന്ന് ശുദ്ധാക്കൂ എന്ന് പറഞ്ഞ മൃത്യു പോലും ആരുടെ മുന്നിൽ നമസ്കരിച്ചു? ധ്രുവന്റെ മുന്നിൽ. നമ്മളൊക്കെ മൃത്യുവിനെ പേടിക്കുകയാണ്. ആ മൃത്യു കുമ്പിടും ഭക്തന്റെ മുന്നിൽ നിന്നാണ്. അതാണ് കാണിക്കുന്നത്. ആ മൃത്യുവിനെ ജയിച്ചു. എങ്ങോട്ട് പ്രവേശിച്ചു? ആരുരോഹ അദ്ഭുതം ഗൃഹം. ആ അദ്ഭുത ഗൃഹത്തിലേക്ക്, വിമാനത്തിലേക്ക് ധ്രുവൻ പ്രവേശിച്ചു. വിമാനം അങ്ങോട്ട് പറക്കാൻ പുറപ്പെട്ട സമയത്ത് ധ്രുവൻ ചോദിച്ചു, അവിടെ നിൽക്കട്ടെ, അങ്ങനെ അങ്ങോട്ട് പോയാലോ? ധ്രുവൻ അങ്ങനെ നീങ്ങിയിരിക്കുകയാണ്. അമ്മയ്ക്കുള്ള സീറ്റൊക്കെ പിടിച്ചിരിക്കുകയാണ്. ആര്? വേണ്ടേ? തനിക്ക് ഈ ഗതിയൊക്കെ ഉണ്ടാവാൻ കാരണക്കാരി ആരാ? തന്നെ വളർത്തിയ അമ്മയാണ്. അമ്മയ്ക്കില്ലാത്ത വൈകുണ്ടൊന്നും എനിക്ക് ആവശ്യമില്ല. എൻ്റെ അമ്മ എവിടെ ചോദിച്ചപ്പം അവിടെയുള്ള ആ സ്ത്രീകൾ പറഞ്ഞു, മുന്നിൽ പോണ വിമാനം കണ്ടു, ഒന്നും കൂടി നല്ലൊരു വിമാനം, ഇതിനേക്കാൾ കേമ. ആ വിമാനത്തിൽ ആരുണ്ട്? ആ സിംഹാസനത്തിൽ സുനീതി അങ്ങനെ ഇരിക്കുകയാണ്. ചുറ്റും തോഴിമാര് വീശിക്കൊടുക്കണു, സ്തുതിക്കുന്നു, പുഷ്പവൃഷ്ടി ചെയ്യുന്നു. എന്താ അവർ പറയണത്? നീയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവതിയായിട്ടുള്ള അമ്മ, ഇങ്ങനൊരു ഉണ്ണി നിനക്കുണ്ടായില്ലേ, നീ ഭാഗ്യവതിയല്ലേ എന്ന് പറഞ്ഞ ദേവസ്ത്രീകളെ സ്തുതിക്കണത് ആര് കണ്ടു? ധ്രുവൻ കണ്ട് സന്തോഷിച്ചു. തൻ്റെ അമ്മയ്ക്ക് ആദ്യം വൈകുണ്ഠം, അതിനുശേഷമാണ് ആർക്ക്? ധ്രുവന് വൈകുണ്ഠം.
പുരോയാനേന ഗച്ഛതി. ആ മുന്നിൽ പോണ വിമാനം കണ്ട ഉണ്ണി അതിൽ നിന്റെ അമ്മയാണ് എന്ന് പറഞ്ഞ് അവര് ആ ധ്രുവനെ സന്തോഷിപ്പിച്ചു എന്നാണ്. അതാണ് കഥയുടെ താല്പര്യം. അത്രയേ ഉള്ളൂ. ഈശ്വര വിചാരം ഉണ്ടാവുക. ഒരമ്മ എങ്ങനെയാവണം എന്നാണ് ഇപ്പൊ കഥ പഠിപ്പിച്ചത്. തൊട്ടു മുമ്പ് എങ്ങനെയാവരുത് എന്നുള്ളത് പഠിപ്പിച്ചു. രക്ഷിതാക്കൾ എങ്ങനെയാവണം, അഹന്ത പഠിപ്പിക്കല്ല വേണ്ടത്. ബ്രഹ്മാവ് അതാ പഠിപ്പിച്ചത് ദക്ഷനെ. അവസാനം തല തന്നെ പോയി ഭേദബുദ്ധി കൊണ്ട്. ബ്രഹ്മാവിന്റെ അത്ര കേമത്തൊന്നുമില്ല സുനീതിക്ക്. പക്ഷെ ചെറിയ കുട്ടിയാവുമ്പോഴേ എന്ത് കൊടുത്തു? ഉള്ളിലേക്ക് ഈശ്വരനെ കൊടുത്തു. ചെറുപ്പത്തിലേക്ക് കൊടുത്താൽ എളുപ്പമുണ്ട്, പ്രായമായിട്ട് കൊടുത്താൽ നിന്നോളന്നില്ല. അകത്തേക്ക് പലതും കയറ്റി വെച്ചാൽ പിന്നെ ചിലത് കയറാൻ പ്രയാസ. പിന്നെ വരുമ്പോൾ